അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്. ബാലുശ്ശേരി പിന്നെ മുജാഹിദുകാരനും ഇപ്പം കലക്കള്ളത്തിൽ മീൻ പിടിച്ചാൻ വേണ്ടിയാണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. കലക്കള്ളത്തിൽ മീൻ പിടിച്ചാൻ വേണ്ടിയാണ്ട് ഇറങ്ങാറില്ല, അന്നമാതിരി ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഓരോ പരിപാടി എന്താ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. അപ്പോൾ പിന്നെ ആദർശേരിനെ പറ്റിയിട്ടും ആദർശേരിൻ്റെ അടുത്ത് ചെറിയ ഹക്കീം ഫൈസിൻ്റെ അടുത്ത് ചെറിയ എന്തോരം ഇതുണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. സമസ്തയിലാകുമ്പോൾ സമസ്ത അംഗീകരിക്കപ്പെട്ട ഒരാൾക്ക് ഒരു ബിദ്അത്തിൻ്റെ ഒരു ചൊയ പോലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ നിയമം. അപ്പോൾ ഹക്കീം ഫൈസിക്ക് ചെറിയൊരു ചൊയ ഉണ്ടായിട്ടുള്ളൂ. ചെറിയൊരു ചൊയ ഇവിടെ അഥവാ മൂപ്പര് ഈ പിന്നെന്താണ് പറയുക, ഇസ്റാഫ് ഉണ്ടല്ലോ, കൂടുതൽ അമിതം ചെലവഴിക്കുക എന്നുള്ള വിഷയത്തിലുള്ളൊരു സംസാരമാണ് വന്നിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതുപോലത്തെ ചില വിഷയങ്ങളിൽ അത് പിന്നെ പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളുള്ളൂ. പക്ഷേ അത് മൂപ്പര് പിടിവാസി പിടിച്ചത് കൊണ്ട് അങ്ങനെ നിന്നതാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്നിട്ടിപ്പോൾ ഇവരെന്ത് ചെയ്യാണ്, മുജാഹിദ് എന്ത് ചെയ്യുക, ഭയങ്കര രസം. മുജാഹിദ് ഇപ്പോൾ കലക്കള്ളത്തിൽ മീൻ പിടിച്ചാൻ വേണ്ടി ഇറങ്ങിക്കുക. തീർപ്പതി അയക്കണ ഏതായാലും വിലക്ക് ഇങ്ങനെയാണ് പറയുമ്പോൾ, പടച്ചോനെ ഇനി ആരെങ്കിലും ഉണ്ടാവോ എന്നുള്ളൊരു സംശയം വരുമല്ലോ. ഇല്ല മക്കളെ, ആരും ഇല്ല കേട്ടോ. വെറുതെ ഇവരെന്ത് ചെയ്യാണ്, സമസ്തനെ സംശയിപ്പിക്കുകയാണ്. അങ്ങനെ സംശയത്തിൻ്റെ വക്കിൽ ആരും കുടുങ്ങണ്ട. സമസ്ത ഹക്കാണ് എന്നുള്ള കാര്യം നാം ആരും മറന്നു പോകരുത്. സമസ്തയുടെ പാതയാണ് നാം പിൻപറ്റേണ്ടത്, ഈ പുത്തനാശയക്കാരുടെ പാതയല്ല. ഏതായാലും ഈ കലക്കള്ളത്തിൽ മീൻ പിടിച്ചിന് ഈ വഹാബിക്കൂട്ടത്തിനൊന്ന് കണ്ടു നോക്കൂ. ഖുർആനും സുന്നത്തും എടുത്തോളീൻ, അതേ ഞങ്ങൾ പറഞ്ഞോളൂ. ഹക്കീം ഫൈസു അതാണ് ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത്. ഹക്കീം ഫൈസിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ട് ബന്ധപ്പെടാറുണ്ട്. നല്ല മൊമെന്റിലെ അവിടെ പ്രാർത്ഥിക്കുക. അവിടെ ഒരു സംഘണ്ട്. നമ്മളെ കൂട്ടത്തിൽ വന്നിട്ടില്ല. അവർ ആശയത്തിൽ അവർ നമ്മളോടൊപ്പമാണ്. മനസ്സിലാക്കിക്കൂടെ? ഒരു സ്വകാര്യം കൂടി പറഞ്ഞാൽ ബേജാറാണ്ട, നിങ്ങൾക്ക് വെപ്രാളാ, നിങ്ങൾ പോടി നടക്കുകയാണ്. അങ്ങനെ പറയുമ്പോ എനിക്ക് സത്യത്തിലൊരു ബേജാറും ഉണ്ട്. ഹക്കീം ഫൈലിയെ ഞാൻ അങ്ങനെ പറഞ്ഞാൽ, കണ്ടില്ലേ മുജാഹിദുകളുടെ വേദിയിൽ പോലും ആദർശേരി ഹക്കീം ഫൈലിയെ സ്തുതിച്ചുകൊണ്ട് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ആ പാവത്തിന് പിന്നെയും ഒരു കുത്ത് കിട്ടാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയും പേടിയുണ്ട്. സത്യത്തിൽ ആദർശേരി ഹക്കീം ഫൈലിയൊക്കെ മുസ്ലിം ഉമ്മത്തിന്റെ നല്ല ഒരു നവോത്ഥാനത്തെ, നല്ല ഒരു ചിന്തയെ, അവർക്ക് യഥാർത്ഥത്തിൽ ഖുർആനും സുന്നത്തനുസരിച്ച് ജീവിക്കണമെന്ന ആഗ്രഹത്തെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഞാൻ അവരൊക്കെ പേരിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് വെറുതെ മുദ്ര കുത്തപ്പെടരുത് എന്ന ഒരു ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് ഇപ്പൊ ഞാൻ അങ്ങനെ അത്ര പറഞ്ഞ് അവസാനിപ്പിക്കുക. സമസ്തയിലുള്ള ഒരുപാട് നല്ല പണ്ഡിതന്മാർ, ഹുദവി ബിരുദമെടുത്ത് വരുന്ന പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും നല്ല മാന്യമായിട്ട് ഈ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക സംസ്കാരത്തോടു കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ എനിക്കറിയാം. അവരുമായിട്ടുള്ള സംസാരത്തിൽ അവർ പറഞ്ഞു, നമ്മുടെയൊക്കെ പള്ളി മിമ്പറുകളിൽ വെള്ളിയാഴ്ച ദിവസം ഇബ്നു നബാത്തി തങ്ങളുടെ ആ ഒരു ഖുതുബയാണ് നമ്മുടെ മഹല്ലിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കും ഇസ്ലാം എന്തെന്ന് അറിയാതെ പോയത്. ഹുദവി സഹോദരങ്ങൾ, ഞാൻ അവരെ പേര് പറയുന്നില്ല. ഇനിയിപ്പോ അതൊക്കെ പ്രശ്നമാണ്. വാഫി കുട്ടികളുണ്ടല്ലോ, നിങ്ങൾക്ക് പരിചയമുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ അവരോടൊന്ന് സംസാരിച്ചു നോക്കി. അവർ പറയും, കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീനിനെ മനസ്സിലാകാതെ പോയതിന്റെ ഒരു കാരണം വെള്ളിയാഴ്ച ദിവസം ഇത്ര സുന്ദരമായ ഒരു അവസരം ലഭിച്ചിട്ട് ആ മഹല്ലിലെ മുഴുവൻ ആളുകളെയും പള്ളിയിലെത്തിക്കാൻ പറ്റിയിട്ട്, ആബാലവൃതം സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെ പള്ളിയിലെത്താമെന്നത് അള്ളാന്റെ ദീനായ ഒരു പുണ്യകർമ്മമായ ഒരു അവസരം ഉണ്ടായിട്ട് സ്ത്രീകളെ മുഴുവനും അകറ്റി നിർത്തി അവിടെയുള്ള കുറച്ച് ആൾക്കാരെ കൊടുന്ന് സുഖമായിട്ട് അവർക്ക് ഉറങ്ങാനുള്ള ഒരു മണിക്കൂർ ഉണ്ടാക്കി കൊടുത്തത് ഈ ഇബ്നു നബാത്തി. കേട്ടില്ല നിങ്ങൾ? ഇവര് വല്ലാത്ത കമ്പത്തിലാട്ടോ. ഇവര് ഭയങ്കര കമ്പത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്താ കമ്പം എന്ന് പറയുക, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒരു ചെറിയൊരു കുത്തിത്തിരിപ്പത്തിൻ്റെ അടിയിൽ കൂടി നടത്തി കഴിഞ്ഞാൽ കട്ടക്കാലത്തിന് അങ്ങോട്ട് ചക്കട്ടപ്പം മുയലിനെ കിട്ടിയാലോ. അങ്ങനെയാണ്. ഒരു ദിവസം ഒരു ചെങ്ങായി എന്ത് ചെയ്തു, ചക്ക പിലാവുമ്മ കയറി ചക്ക ഇട്ട് പറഞ്ഞു. ചക്ക ഇടലോട് കൂടിയാണ് കാട്ടുമുയൽ ചോട്ടു കൂടിയാണ് പാഞ്ഞത്. അങ്ങനെ ചാടിയത് ചക്ക മുയലിൻ്റെ തർമ്മക്ക. അപ്പം എന്ത് ചെയ്തു, മുയലിനെ കിട്ടി, കാട്ടുമുയലിനെ കിട്ടി. പിറ്റേന്ന് ഓൻ ചക്കടാൻ പോയി പിലാവുമ്മ കയറിയാണ്ട് എത്ര ചക്ക ഇട്ടിട്ടും കിട്ടണില്ല മുയലിനെ. അത് കിട്ടൂല, അത് കട്ടക്കാലത്തിന് കിട്ടിയതാണ്.
കട്ടക്കാലത്തിന് കിട്ടിയതാണ്. ഇനി ഒറ്റ ചക്കട്ടാൽ കിട്ടിക്കൊള്ളണമെന്നില്ല. ഓൻ കുറേ ചക്കട്ട് നോക്കി കിട്ടിയില്ല, ഓൺ പോന്നു. അപ്പോൾ അങ്ങനെ ആയിട്ട് കാര്യമില്ല ബാലുശ്ശേരി. അങ്ങനെ ഇവിടുന്ന് ആരും അങ്ങോട്ട് തരാൻ കരുതിയിട്ടില്ലാണ് വരൂല്ല. സുന്നത്തമായത്ത് ഈമുള്ള ഒരൊറ്റൊന്നും സുന്നത്തമായത്ത് വിട്ടുകാണ്ട് വരില്ല. ഹക്കീം ഫൈസി ആദർശേരിയുടെ വിഷയം അത് ചെറിയൊരു വട്ടവും ഭാഷയുടെ വിഷയമാണ്. മൂപ്പര് ഒരിക്കലും ഒഴിഞ്ഞൊടുക്കൂല, വഫിയൻ്റെ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞൊടുക്കൂല എന്നുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിയത് കൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ ആകെ വിഷയങ്ങളായിട്ടുള്ളത്. മറ്റേത് ചില അഭിപ്രായങ്ങൾ പറയുന്നതാണ് അതൊക്കെ. അത് മൂപ്പര് ആശയമൊന്നുമല്ല, അഭിപ്രായം പറയുന്ന ആശയമായത് കൊണ്ടൊന്നുമല്ല, മനസ്സിലാക്കണം. അഭിപ്രായം ആശയങ്ങളൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. എന്തോ ഒരു കമ്പോർക്ക് അറിയോ, ഹക്കീം ഫൈസിനെ അങ്ങോട്ട് കിട്ടിക്കാണെന്ന് കരുതിക്കുകയാണേ. വല്ലാത്തൊരു കോൾ കേട്ടോ. ഈ ബാലുശ്ശേരി അല്ല ഈ 25-30 ഗുളി കുടിച്ചിട്ടുണ്ട് ഒരു ദിവസം എന്ന് പറഞ്ഞത്, അതൊക്കെ മാറിപ്പോന്നോവോ. ഇതിപ്പോൾ പറഞ്ഞ തന്നെയാണല്ലോ, കാരണം ഹക്കീം ഫൈസിൻ്റെ കേസ് ഇപ്പോൾ ഉള്ളതാണല്ലോ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ തന്നെയാണല്ലോ. അതായത് അപ്പോൾ കഴിച്ചിലായി പോന്നിക്കണില്ലേ, എല്ലാവരും പാടെ ദുആ കൊണ്ട് ദ്വാരക്കാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞേനും കഴിച്ചിലായി പോകുന്നതാണ് തോന്നുന്നത്. ഇൻഷാ അല്ലാഹ് ഏതായാലും മൂപ്പര പ്രസംഗം ഈ കോലത്തിൽ അങ്ങനെ നടക്കും. ഏതായാലും കേട്ടില്ല നിങ്ങൾ, ഇതാണ് ഇവരുടെ അവസ്ഥ. വല്ലാത്തൊരു കോള്. ഏതായാലും അഖിലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് നിന്ന് നടക്കാനും അതുപോലെ തന്നെ ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിദ്അത്തുകാരെ തൊട്ട് മുജാഹിദ് ജമാഅത്ത്, നിരീശ്വരവാദി, തബ്ലീഗ് ഇതുപോലത്തെ ഈ പുത്തനാശയക്കാരെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇപ്പം സമസ്തയിലുള്ള ആ ഒരു വിഷയം അത് നമ്മളെ മായിനാജിയും ജബ്ബാറാജിയും അതുപോലെ നമ്മളെ പൂക്കോട്ടൂരും കുട്ടി ഹസൻ താരിമിയും അതുപോലെ തന്നെ നമ്മളെ അബ്ദുറഹ്മാൻ കല്ലായിയും ഇവരൊക്കെ പാടെ കൂടിയാണ്ട് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി നോക്കിയതാണ്. അതൊന്നും വിജയിച്ചിട്ടില്ല ബാലുശ്ശേരി, അതൊന്നും വിജയിച്ചിട്ടില്ല. അതൊക്കെ ഇപ്പം അങ്ങനെ തൂറ്റി നിൽക്കുകയാണ്. കാരണം വലിയൊരു സമ്മേളനം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയിട്ട് ആകെ 98 ആളോ ആകെ എണ്ണിയപ്പോൾ കൂടിയതെന്നാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ അതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ അയക്കൊന്നും വല്ലാതെ ചാരണ്ട കേട്ടോ.